ദൈവമായ
ശരീരങ്ങളുടെ നിർമ്മിതാവും നിർമ്മിതമാരുടെ ശരണവും സുരക്ഷയുടെ പ്രത്യാശയും കവടക്കപ്പെട്ടവരുടെ പ്രതിനിധാനവും വാങ്ങിപ്പോടേർക്കും ദുഃഖികളുടെ ആശ്വാസവും വിഷാദികളുടെ ആഹ്ലാദവും വിലാപത്തിരിക്കുന്ന സന്തോഷവും മനോവേദനിക്കുന്നവരുടെ ധൈര്യമായ സ്തുതി. നിന്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷ അടികൾ വഹിക്കുന്ന ഈ സമയത്തും കാര്യങ്ങളും സമയങ്ങളിലും അടികളായി സുഖിക്കുന്ന ദിവസങ്ങളിലൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും അങ്ങേക്ക് യോഗ്യമാകുന്നു. ആദ്യമില്ലാത്ത തേജസ്സും മഹാകാരുണ്യവാനും സത്യവാനും മരണമില്ലായ്മയുടെ പ്രമേയം ജീവൻ പുറമേയും സകലത്തിന്റെ സിദ്ധാവും ലോകത്തെ ദേവതാന്തത്തെ ക്ഷണിക്കുന്നതിനുമായ കർത്താവേ, നീ ഭയങ്കരനും നിന്റെ വസ്തുതയും അഗ്നിയിലും ദൃഷ്ടിയുള്ളവരും കാരുണ്യവാനുമാകുന്നു. യാതൊരു വ്യവസ്ഥവും നിന്റെ ജീവിതത്തിലേക്ക് ഗോചരമല്ല. ആളുകളുടെ ആഴവും ഹൃദയങ്ങളും നിന്റെ സന്നിധിയിൽ പരസ്യമായി വെളിപ്പെട്ടിരിക്കുന്നു. നിന്റെ തീരുമാനങ്ങളും നിന്റെ ഭാഗ്യങ്ങളും ദുഃഖകരവുമാകുന്നു. മരണത്തെ പായിച്ചുകളയുവാനും മനുഷ്യ സംഹാരനായ മഹാസത്യത്തെ ബഹുമാനമായിട്ട് യേശുവായ തന്റെ വാത്സല്യപുത്രനെ ലോകത്തിലേക്ക് ന്യായിക്കുകയും താല്പര്യമുള്ള ചെയ്തു. നിന്റെ പ്രകാരം ക്ലേശപൂർണമായി ലോകത്തിൽ നിന്ന് സ്വരസവും മനുഷ്യമായ ലോകത്തിലേക്ക് നയിക്കപ്പെടുന്നു. ഇരുലോകങ്ങൾക്കും അധികാരികളുടെ ഈ താൽക്കാലികമാകുന്ന വിശ്വാസത്തിൽ പുറപ്പെട്ട യാത്രയായിരിക്കുന്ന ഇതിന്റെ സംസ്കാര ശുശ്രൂഷയുടെ സമയത്ത് നിന്റെ സന്നിധിയിലുള്ള അപേക്ഷയും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. ഇവിടെ നിന്റെ യാത്രയാക്കി ഭവനം വസിക്കുന്നവരായ സമാധാനമായ കർത്താവരും ഇവരുടെ ആത്മാവിനെ സ്വീകരിക്കണമേ. കർത്താവേ, ആത്മാക്കളുടെ കടയിൽ നിന്നും ഇവരുടെ ആത്മാവിനെ നിരീക്ഷിച്ചുകൊള്ളണമേ. ആ ഇല്ലാതെ അതിനെ കൊടുത്തമേ. തിരുനാമത്തിനാലും തീക്ഷണമായിരിക്കുന്നതുമായി വലിയ സേനകൾ ഇവർക്കും ലഭിക്കുമാറാകണമേ. നിന്റെ മനുഷ്യപ്രേമിയാൽ പൂർണ്ണമായി പരിഹരിക്കണമേ. ഇവിടെ തെറ്റുകളെ പൂർണ്ണമായി ക്ഷമിക്കുകയും ചെയ്യണമേ. ഇവരുടെ യാത്രയ്ക്ക് നിന്റെ സഹായം പരസ്യമായി അയച്ചു കൊടുക്കണമേ. കൃപാപൂർണമായ വരത്തെ ഇവിടെ നേടിക്കൊടുത്ത് രണ്ടാമത് ചുഴിയുന്ന ഇവിടെ നീ ചെയ്യണമേ. അദൃശ്യമായ ശക്തിയാവിടെ നീ സഹായിക്കണമേ. വിശ്വാസികളുടെ ഭയങ്കരമായ ഇവിടെ നീ സംരക്ഷിക്കുവാനാകണമേ. എന്റെ കർത്താവേ, ഇവിടെ പ്രമാണപോലെ ഇവിടെ ലഭിക്കരുത്. എന്തെന്നാൽ നിന്റെ സന്നിധിയിൽ കുറ്റക്കാരാകുന്നല്ലോ. ഞങ്ങളുടെ സ്വാഭാവികമായ നിർദ്ദേശിക്കരുതേ. ഞങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നതായ നാമത്തെ നിന്റെ മക്കളാകരുതെയും ഞങ്ങളെ ഇവിടെ ഓർക്കണമേ. ഞങ്ങളുടെ രക്ഷിക്കുന്നതിനായി നിന്നോട് അപേക്ഷിക്കുമാറാകണമേ. നിന്റെ കൃപയും ഇവിടെ ഒതുക്കുമാറാകണമേ. ഇവർ വിശ്വസിച്ചതായ ഇവർക്ക് വിശുദ്ധമായ സമ്പത്ത് വസിപ്പിക്കുന്ന പ്രകാശ സംഭവമായി ഭരിക്കണമേ. ഞങ്ങളുടെ വംശമായ സാത്താൻ നല്ല ദൃശ്യമായ ആഗ്രഹങ്ങളെ ലഭിഷ്മാകത്തക്കണം നിന്റെ കരുണായി ഇവിടെ ഉണ്ടാകണമേ. കർത്താവേ, ഭക്തരെ ഇതിന് കോട്ടയമണിയായി കാവക്കാരന് സഹായമായിരിക്കണമേ.
രണ്ട് ലോകങ്ങളിൽ നാം വർദ്ധിക്കുമാറാകട്ടെ.
വിവിധ സ്ഥലങ്ങളിലും ഭവനങ്ങളിലുമായി നിന്ന കർത്താവിന്റെ ഭവനങ്ങളിൽ തോന്നിയിരിക്കുന്നത് നമ്മിൽ നിന്ന് വേർപെട്ട് യാത്രയാകുന്ന ഈ ദാസിയുടെ ആത്മാവിനെ ദൈവകരുണയിൽ സമർപ്പിക്കുവാനും പ്രാർത്ഥനയോടുകൂടി ഈ ഭൗതിക ശരീരം മറവ് ചെയ്യുവാനും ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുവാനും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവസന്നിധിയിൽ സാവകാശം അല്പസമയം ഇതുപോലെ ഒരു ദിവസം കടന്നു പോകേണ്ടതാണല്ലോ എന്ന് ചിന്തിക്കുവാനും ഒക്കെയാണ്. മരണം എന്ന വാക്ക് പലപ്പോഴും ഇല്ലായ്മയും നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്തയൊക്കെ നമുക്ക് പലപ്പോഴും തരാറുണ്ട്. എന്നാൽ ആ വാക്ക് ശരിയായി പഠിച്ചറിയാൻ വളരെ പോസിറ്റീവായിട്ടുള്ള വാക്കാണ്. രണം എന്നാൽ യുദ്ധം എന്നാണ്. രണം എന്ന് പറഞ്ഞാൽ യുദ്ധമില്ലാത്തത് എന്നാണ്. വെളിപാട് പുസ്തകം 7-ാം അധ്യായത്തിൽ സിംഹാസനത്തിന് മുമ്പാകെ നിൽക്കുന്ന കുഞ്ഞാടുകളെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി അവർക്ക് വെയിലും ചൂടും കേൾക്കുകയില്ല, വിശപ്പും ദാഹവും ഉണ്ടാവുകയില്ല എന്നാണ്. ഇതുതന്നെ നമ്മുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ പ്രാർത്ഥനയിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ ലോകത്തിലെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മാറിയിരിക്കുന്ന ആത്മാവിനെ കുറിച്ച് നമ്മൾ പ്രാർത്ഥനയിൽ നാം പ്രാർത്ഥിക്കും. അതുകൊണ്ട് മരണം എന്നുള്ളത് യുദ്ധമില്ലാത്ത, ബുദ്ധിമുട്ടുകളില്ലാത്ത, പ്രയാസമില്ലാത്ത, വിശപ്പുദാഹവുമൊന്നുമില്ലാത്ത, വെയിലും ചൂടുമൊന്നും ഏൽക്കാത്ത ഒരു അവസ്ഥയിലേക്കുള്ള പ്രവേശനത്തെയാണ് മരണം എന്ന് പറയുന്നത്. സഭാപ്രസംഗി 12-ാം അധ്യായത്തിൽ മരണത്തിനൊരു നല്ല പ്രവചനം നൽകുന്നു. അവിടെ പറയുന്നത് ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിലേക്ക്, പൊടി ശരീരം അതിനെടുത്ത് പൊടിയിലേക്ക് മടങ്ങിപ്പോകുന്നു എന്നുള്ളതാണ്. അതാണ് ഇപ്പോഴിവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇനി നടക്കാനായിട്ടുള്ള സംസ്കാരമാണ്. സംസ്കാരം എന്ന വാക്കിന് കുടിച്ചെടിയെന്ന് മാത്രമല്ല, സംസ്കാരം എന്ന വാക്കിന് കൾച്ചർ എന്നുള്ള അർത്ഥത്തോടെ ഒരു സംസ്കാരത്തിലേക്ക് ഈ ദാസി ഈ ലോകത്തിന്റെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും മാറി ഒരു പുതിയ സംസ്കാരത്തിലേക്ക്, ഒരു പുതിയ കൾച്ചറിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ എന്താണ് ഈ ദാസി ഇനി ചെയ്യുന്നത് എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. മരണത്തെക്കുറിച്ച് 2 പ്രധാന ചിന്തകളാണ് വേദപുസ്തകത്തിൽ നമുക്ക് ലഭിക്കുന്നത്. അതിലൊന്ന് പാപത്തിന്റെ ശമ്പളം മരണമാണ് എന്നുള്ളതാണ്. അതാണ് വളരെ പ്രാമുഖ്യത്തോടെ നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു ചിന്ത. എന്നാൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചിന്ത പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ ആത്മാവ് ശരീരമാകുന്ന, ഭൗതികമാകുന്ന ഈ കൂടാരത്തിൽ
കർത്താവിനോട് ചെയ്യുക. ആ അധ്യായത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. പരിശുദ്ധനായ പൗലോസ് പറയുന്നു, ശരീരത്തിൽ ഇരുന്നാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ശരീരത്തിൽ ഇരിക്കുമ്പോൾ നാം എല്ലാവരും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാണ്. പൗലോസിക്കാരൻ അനുഭവത്തിൽ പോവുകയാണ്. എന്താണ്? ശരീരം വിട്ടാലും ഞങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു. ചിലപ്പോൾ നമുക്ക് തോന്നാറുണ്ട് എങ്ങനെയാണ് സാധിക്കുന്നത്. കർത്താവിന്റെ വാക്കുകളാണ് ഇതിന്റെ അടിസ്ഥാനം. ലാസറിന്റെ കല്ലറയിൽ നിന്നുകൊണ്ട് കർത്താവ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. ഈ ദാസി ഞാൻ അച്ഛന്മാരോട് ചോദിച്ചു, എനിക്ക് നേരിട്ട് വലിയ പരിചയമില്ല. അച്ഛന്മാരോട് ചോദിച്ചു എന്താണ് ഈ ദാസിയെ കുറിച്ചുള്ള സാക്ഷ്യം. എല്ലാ അച്ഛന്മാരും പറഞ്ഞു വളരെ വലിയ സാക്ഷ്യങ്ങൾ ചെയ്തു. കർത്താവിൽ വിശ്വസിച്ച ഒരു ദാസി തനിക്ക് ആവുന്ന സമയത്തൊക്കെ, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പ് വരെയും ഈ ദേവാലയവുമായി വളരെ അടുത്ത് നിന്ന് പ്രവർത്തിച്ച ഒരു ദാസി. ഈ ദാസിക്ക് മരണമില്ല. അപ്പൊ പിന്നെ എന്താണ് സംഭവിച്ചത്? സമാപ്രസംഗിയിൽ നമ്മൾ വായിച്ചത്, ശരീരം ഒഴിയിലേക്ക് പോകുന്ന ആത്മാവ് ദൈവത്തിലേക്ക്. പക്ഷെ ഈ ആത്മാവ് ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നുകൊണ്ട് പ്രസാദിപ്പിക്കുവാൻ ശ്രമിക്കുന്നുവെന്നാണ് പൗലോസ് പറയുന്നത്. ഇത് തന്നെ വെളിപാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, കുഞ്ഞാടിന്റെ സിംഹാസനത്തിന് മുമ്പാകെ വെള്ളനിലയിൽ ധരിച്ച് കയ്യിൽ കുരുത്തോലയിൽ പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ പാടുന്ന സംഘത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഇതാണ് സഭയുടെ വിശ്വാസവും പ്രത്യാശയും. ഇവർ മൗനതയിലേക്കല്ല, നാശത്തിലേക്കല്ല, സജീവമായ ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. അത് ദൈവത്തിന്റെ സാന്നിധ്യം കൂടുതൽ അനുഭവിച്ചു. ഈ ആത്മാവ് വളരെ പ്രത്യാശയോടെയാണ് യാത്ര ചെയ്യുന്നത്. ഒരുപക്ഷെ ഈ ദാസിയുടെ ആത്മാവിനെ തിരികെ വരുത്തുവാനായിട്ട് ഒരാഗ്രഹം അല്ലെങ്കിൽ ഒരു അനുവാദം ദൈവം കൊടുത്താൽ പോലും വരാൻ സാധിക്കുമോ, വരുമോ എന്നെനിക്ക് സംശയമുണ്ട്. കാരണം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിൽ മരണം ഏതാണ്ട് നിശ്ചയിച്ചു. ഡോക്ടർമാരൊക്കെ ഐസിയുലായിരുന്നു. ഡോക്ടർമാരൊക്കെ മരിച്ചു എന്ന് ഏകദേശം പറഞ്ഞ ഒരാളെ ഞാൻ കാണുകയുണ്ട്. അയാൾ പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ച് ജീവനിലേക്ക് വന്നു. അയാൾ പറയുകയായിരുന്നു, ഈ ശരീരം വിട്ടാൽ പോകുന്നത് പോലെ തോന്നി, പക്ഷെ പോകുന്നത് വലിയൊരു പ്രകാശത്തിലേക്കാണ്, തിരിച്ചു വരാൻ മനസ്സിലായിരുന്നു എന്നാണ് അദ്ദേഹം രേഖപ്പെടുത്തിയത്, സാക്ഷ്യപ്പെടുത്തിയത്. ഒരുപക്ഷെ ഈ ദാസിയുടെ അവസ്ഥയും അതുതന്നെയായിരിക്കും. ഞാൻ പറഞ്ഞത്, ഈ വലിയ അനുഭവത്തിലേക്കാണ് ദാസി മാറിപ്പോകും. അതാണ് നമ്മുടെ വലിയൊരു പ്രത്യാശ. ഈ ശരീരം ഒഴിയിലേക്ക് പോകുന്നത് നിരാശയോടെ, വലിയ പ്രത്യാശയോടെ. എന്താണ് ശരീരത്തിന്റെ പ്രത്യാശ? കർത്താവ് രണ്ടാമത് വരുന്നതിന് ശരീരം ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ളതാണ്. അത് കർത്താവ് ഉയർത്തിലൂടെ കാണിച്ചത്. അവിടെ നാം ശ്രദ്ധിക്കണം, ഈ ശരീരത്തിൽ ഈ അവസ്ഥയായിരിക്കില്ല. ഉയർത്തെഴുന്നേൽക്ക കർത്താവിന്റെ ശരീരം അടച്ചിട്ടിരുന്ന വാതിലൂടെ അകത്തേക്ക് പ്രവേശിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അതേ ശരീരം ഉയർത്തെഴുന്നേൽക്കുള്ള പ്രത്യാശയോടുകൂടിയാണ് പോകുന്നത്. ശരീരത്തെ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും വിശുദ്ധമായും ഇത്രയും ആരാധനകളൊക്കെ നടത്തി ഈ ശുശ്രൂഷ നിർവഹിച്ച് ശവസംസ്കാരം നിർവഹിക്കുന്നത് എന്നുള്ളത് ചിലപ്പോൾ ചോദിച്ചേക്കാം. ശരീരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ശരീരം മുഴുവൻ മോഹനാഭിഷേകം നടത്തിയതാണ് പരിശുദ്ധാത്മാവിന്റെ ആവാസം. ഈ ശരീരം കർത്താവിന്റെ തിരുശരീര രത്നങ്ങളിൽ സമൃദ്ധിയായ ശരീരമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ദാസിയുടെ ഓർമ്മ ദിവസങ്ങളിലൊക്കെ കല്ലറയ്ക്ക് ചെന്ന് രൂപപ്പെടുന്നത്. കാരണം ആ കല്ലറയ്ക്കകത്ത് കർത്താവിന്റെ തിരുശരീര രക്തങ്ങളെ സംബന്ധിച്ച ഈ ദാസിയുടെ രക്തം വാങ്ങിപ്പോയിരിക്കുന്നവരുടെ ശരീരത്തിന്റെ അവശിഷ്ടങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ രൂപം വയ്ക്കുന്നത്. അതുകൊണ്ട് ഇത് വളരെ സജീവമായ ഒരവസ്ഥയാണ്. അത് നിർജീവ അവസ്ഥയല്ല. ഈ ശരീരം പ്രത്യാശയോടെ കൊടിയിലേക്ക് പോകുന്നു, ആത്മാവ് പ്രത്യാശയോടെ സ്ഥിതിയിലേക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ദാസിയെ യാത്രയേക്കുന്നത് വളരെ പ്രത്യാശയോടെയാണ്. നമുക്ക് തീർച്ചയായും ദുഃഖമുണ്ട്. ഈ ദാസിയെ ഇനി ഇങ്ങനെ കാണുവാനായിട്ട് കഴിയുന്നില്ല എന്നുള്ള ഒരു വലിയ ദുഃഖവും പ്രയാസവും നമുക്കുണ്ട്. നമ്മുടെ പ്രത്യേകിച്ച് മക്കളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും മനസ്സിൽ പഴയ കാലത്തെ പല ഓർമ്മകളും ഇപ്പോൾ തങ്ങി നിൽക്കുകയാണ്. പക്ഷേ അതിനപ്പുറത്തെ നമ്മുടെ കർത്താവിന്റെ വാക്കുകളെ അടിസ്ഥാനമാക്കി, വിശുദ്ധ വേദപുസ്തകത്തിന്റെ സത്യങ്ങളെ അടിസ്ഥാനമാക്കി ഒരു പ്രത്യാശയോടെ ഈ ദാസിയെ യാത്രയിക്കുവാൻ നമുക്ക് ഇടയാകണം. ഈ ദാസിയെ ഈ യാത്രയിൽ മാനവകാലക്കാരെ നിൽക്കട്ടെ, അകമ്പടി യാത്രക്കാരാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ രണ്ടാമത്തെ വരവ് വരെയും ഈ ദാസിക്ക് നമ്മുടെ എല്ലാ
നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. കർത്താവിന്റെ രണ്ടാമത് വരുമ്പോൾ ഞങ്ങൾ വാങ്ങിപ്പോയവരോട് ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നാണ് പ്രാർത്ഥനയുടെ സാരാംശം. ആ കരുണയ്ക്ക് വേണ്ടി നമുക്ക് തുടർന്ന് പ്രാർത്ഥിക്കാം. മക്കളോടും കൊച്ചുമക്കളോടും ഒക്കെ പറയുന്നു, ഈ ദാസി ഈ ലോകത്തിൽ നമുക്ക് കാണിച്ചു തന്ന ശ്രേഷ്ഠമായ മാതൃകകളുണ്ട്. സഭയോടുള്ള ബന്ധവും കർത്താവിനോടുള്ള ബന്ധമുണ്ട്, സഭയോടുള്ള ബന്ധമുണ്ട്. ഭഗവാനോട് അച്ഛൻ പറഞ്ഞു, ഭവനങ്ങളൊക്കെ സന്ദർശിച്ചതായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്യുവാനൊക്കെ ഈ ദാസി മനസ്സ് കാണിച്ചു. ആ ഒരു പാരമ്പര്യം കുടുംബത്തിൽ തുടരുന്നുണ്ടെങ്കിൽ ആ നിലയിൽ ഈ ദാസി മറ്റു മനുഷ്യരുടെ ഇടയിൽ ജീവിക്കും എന്നുള്ളത് സംശയമൊന്നുമാണ്. എന്റെ വാക്കുകളെ ഞാൻ ചുരുക്കുകയാണ്. വളരെ അർത്ഥവത്തായി ജീവിച്ച ഒരു ജീവിതത്തെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ ഓർക്കുന്നതും ഈ ദാസിയെ ദൈവത്തിൽ സമർപ്പിക്കുന്നത്. ഈ ശവസംസ്കാര ശുശ്രൂഷ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ തിരക്ക് പിടിച്ച് നമ്മൾ ജീവിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ ബന്ധങ്ങളൊക്കെ മറന്ന് നമ്മൾ ജീവിക്കുകയാണ്. നമ്മുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ മറന്ന് ജീവിക്കുകയാണ്. എനിക്കും നിങ്ങൾക്കും ഇങ്ങനെ വളരെ പെട്ടെന്ന് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടതാണ് ജാഗ്രതയോടെ ഇരിക്കുവാനായിട്ടുള്ള ഒരു സന്ദേശമാണ് ഈ ശവസംസ്കാര ശുശ്രൂഷ നമുക്ക് നൽകുന്നത്. ഓരോ നിമിഷവും ഉണർന്ന ജാഗ്രതയോടെ ജീവിതത്തെ ക്രമപ്പെടുത്തി കർത്താവിന്റെ സന്നിധിയിലേക്ക്, കർത്താവിന്റെ സാന്നിധ്യത്തിലേക്ക് പോകുവാനായിട്ട് ഒരു തയ്യാറെടുപ്പോടുകൂടി ആയിരിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ. ലഭിച്ചിരിക്കുന്ന എല്ലാവരെയും കർത്താവിന്റെ സാന്നിധ്യവും പരിശുദ്ധാത്മാവിന്റെ ആവാസവും സമാധാനം പ്രദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയെ വാക്കുകൾ ചെയ്തു. So
Thank
തള്ളിയ മൺമേലേക്ക് നീക്കേണ്ട നീ മതിയും ജീവനുമേകിടും ദൈവസുതൻ ഞാനെന്നോ ജീവകുമാരനാം സ്വർഗീയൻ പുത്രൻ ചാതുര്യത്തോട് മരണത്തെ മരണബന്ധി പദവികളിൽ നിന്നും ഭീകരാകും വിധികൾ ഭരണശൂന്യത്തും സ്വർഗ